സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. സുലേഖ ശശികുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുലേഖ, കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മുന്നറിയിപ്പ് പ്രകാരം ഏതൊക്കെ ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്? എന്തായാലും സംസ്ഥാനത്ത് മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ ഇത്തരത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇതിന് കാരണമായി പറയുന്നത് കേരള തീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചക്രവാത ചുഴിയാണ്. ഈ ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ മഴ കനക്കുന്നത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്നെന്തായാലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അതിനൊപ്പം തന്നെ കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഇവിടങ്ങളിൽ യെല്ലോ അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ വരുന്ന 5 ദിവസം കൂടി ഇത്തരത്തിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും അതിനൊപ്പം തന്നെ ശക്തമായ കാറ്റിനും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ കണക്കിലെടുത്ത് മാറി താമസിക്കാനുള്ള നിർദ്ദേശങ്ങളടക്കം അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതടക്കം പാലിക്കണമെന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ശരി, സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്.